ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷവും ഇനി വരാനിരിക്കുന്ന അതായത് നെക്സ്റ്റ് വീക്ക് പ്രമോയുമാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ ആദർശ് നയനയെ തേടി ഇറങ്ങുകയാണ്. അപ്പം നയന എവിടെ പോയി എന്നൊന്നും ആർക്കും അറിയില്ല. വീട്ടിൽ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല, എന്താ കാര്യം എന്നൊന്നും അറിയില്ല. അങ്ങനെ ആവർത്തിച്ച് ദേവയാനിയും അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ചോദിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മോനെ നീ പറയാനൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായില്ല, എനിക്കറിയില്ല, ഞാൻ അവളോട് വഴക്കുണ്ടാക്കിയിട്ടില്ല എന്ന് ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ പറഞ്ഞു. ഏതായാലും നമ്മുടെ ആദർശ് പറയുന്ന സ്ഥിതിക്ക് ഇനിയിപ്പം ഇവർക്ക് നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഇവർ ഇറങ്ങിത്തിരിക്കുകയാണ്. മുത്തശ്ശൻ പറഞ്ഞു, നിങ്ങൾ 3 പേരും 3 ഭാഗത്തായിട്ട് പോയി അന്വേഷിച്ച് നോക്കാം, നമുക്ക് നോക്കാം, എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം പോലീസിനെ ഏർപ്പാടാക്കിയാൽ മതിയല്ലോ, പോലീസിൽ പറഞ്ഞാൽ മതിയല്ലോ. ഇല്ലെങ്കിൽ പിന്നെ അനന്തമൂർത്തിയുടെ മരുമകൾ അതായത് കൊച്ചുമകളെ കാണാതായി എന്നും പറഞ്ഞുകൊണ്ട് നാളെ അത് വലിയൊരു വാർത്തയാകും, സീനാകും. അതിനു മുമ്പായിട്ട് അവളെ കണ്ടെത്താൻ കഴിയുമെങ്കിൽ അത് തന്നെയാണല്ലോ നല്ലത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിനിടയിൽ അവർ പറയുന്നുണ്ട്, നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, ഇപ്പം നയനയുടെ വീട്ടുകാരെ വിളിച്ച് കാര്യം അറിയിക്കേണ്ട, അങ്ങനെ ഇപ്പം വീട്ടുകാരെ വിളിച്ച് കാര്യം അറിയിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല, അവിടെ ഉള്ളവർക്കും കൂടെ പേടിയാകും, പിന്നെ അത് വലിയൊരു പ്രശ്നമായി തീരും, അതുകൊണ്ട് നമുക്കൊന്ന് കണ്ടെത്താൻ ശ്രമിക്കാമെന്ന് പറയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അവൾ എന്തിനി കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ്, അവളെ കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല, അവൾ ഏതെങ്കിലും വഴി ഇറങ്ങിപ്പോയതായിരിക്കും, അല്ലെങ്കിൽ ഇത് തന്നെയാണല്ലോ ചേട്ടത്തി അനിയത്തിക്കും ഇത് തന്നെയാണല്ലോ പരിപാടി, ആരെങ്കിലും ഇനിയിപ്പോൾ പിടിച്ചോണ്ട് പോയതായിരിക്കും അവളെ, അല്ലെങ്കിൽ ആർക്കറിയാം ആരുടെയെങ്കിലും കൂടെ ഇറങ്ങിപ്പോയതാണോ എന്ന്. അതുപോലെയാണല്ലോ നിങ്ങളെല്ലാവരും അവളെ പൊക്കി പെറുക്കിക്കൊണ്ട് നടന്നല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയാം, നീ നിർത്തുന്നുണ്ടോ ദേവയാനി, നിനക്കല്ലെങ്കിലും എരുതിയിൽ എണ്ണയൊഴിക്കൽ കൂടുതലാണല്ലോ, നയനമോളെക്കുറിച്ച് നിനക്ക് പറയാൻ ഒരു അവകാശമില്ല, നീ നിൻ്റെ മരുമോളെക്കുറിച്ച് പറഞ്ഞോ, അത് ചിലപ്പോൾ ശരിയായിരിക്കും, അല്ലാതെ നയനമോളെക്കുറിച്ച് നിനക്ക് പറയാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞപ്പോൾ ദേവയാനിയും പറഞ്ഞു, അത് ശരിയാ, എപ്പോഴും ജലജയ്ക്ക് എപ്പോഴും പറയാനുള്ളത് വേറെ ഒന്നുമല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണല്ലോ ജലജ ഇവിടെ മുതിരുന്നത്, അതുപോലെ തന്നെ ഒരു മരുമകളെയാണല്ലോ നിനക്കും കിട്ടിയേക്കുന്നത്. എടി നീ സ്വന്തം അനിയത്തീനെ കാണാതെ പോയിട്ട്, ചേച്ചീനെ അനിയത്തി അത് തന്നെ, അനിയത്തീനെ കാണാതെ പോയിട്ട് നിനക്കൊരു ഇതുമില്ലല്ലോ, നീയൊക്കെ ആ ഒരു രക്തബന്ധത്തിലുള്ളതാണോടി, നിനക്കൊക്കെ അങ്ങനെ എങ്ങനെയാടി ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നതെന്നൊക്കെ ദേവയാനി ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറയും, അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ, അവളെവിടെങ്കിലും പറയാതെ ഇറങ്ങിപ്പോയതിനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇതുവരെ അങ്ങനെ പറയാതെ ഒന്നും ഇറങ്ങിപ്പോയിട്ടില്ല എന്ന് പറയുമ്പം, ഓ നീ കൂടുതൽ വലിയ ന്യായമൊന്നും കാണിക്കണ്ട, നീ ഇവിടെ നിന്ന് പറയാതെ എത്ര സ്ഥലത്ത് പോയിട്ടുണ്ട്, നീ വലിയ മോഡലാകാൻ പോയതൊക്കെ അല്ലായിരുന്നോ, അതുകൊണ്ട് നിനക്ക് നയനെ പറയാനുള്ള അവകാശം ഇല്ലയെന്ന് ദേവയാനി നയനേനെ തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ നാനാഭാഗത്ത് തേടി നടക്കുകയാണ്. നമ്മുടെ ആദർശ് ഒരു വഴിയിൽ, അതുപോലെ തന്നെ അഭിയുണ്ട് കേട്ടോ, അഭിനെ ഒരു വഴിക്ക് വിട്ടു, അനിയനെ ഒരു വഴിക്ക് വിട്ടു, അതുപോലെ ആദർശിൻ്റെ അച്ഛനുണ്ട് ഒരു വഴിക്ക് പോകുന്നു. അപ്പോൾ ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്തായിക്കോട്ടെ നമ്മുടെ നവ്യ ഒരു അമ്പലത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അമ്പലത്തിൽ ചെന്ന് കയറിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലൂടെ പോകുന്നുണ്ട് നയനയുടെ. അങ്ങനെ നയന ശ്രീകോവിലിൻ്റെ മുമ്പിൽ ചെന്ന് നടയടച്ചെങ്കിലും അവിടെ പോയി നിന്ന് പ്രാർത്ഥിക്കുകയും നമ്മുടെ ആദർശിനെക്കുറിച്ച് ഓർക്കുകയും ആദർശ് തന്നെ സ്നേഹിച്ച ആ ഒരു സമയത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ആലോചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയമായിക്കോട്ടെ നമ്മുടെ കനകദുർഗേനെയും അതുപോലെ തന്നെ ഗോവിന്ദനെയും കാണിക്കുന്നുണ്ട്. അപ്പം അവിടെ നിന്ന് കിട്ടിയ ചെക്ക് നമ്മുടെ കനകദുർഗയുടെ കൈ കൊടുത്തിട്ട് നീ ഇത് കൊണ്ടുപോയി പൂജാമുറിയിൽ വെക്കാൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗ പറയുകയാണ്, ഒരിക്കലും എനിക്കിത് അർഹതപ്പെട്ടതല്ല, കാരണം ഞാനല്ലേ ഈ കടമൊക്കെ വരുത്തി വെച്ചത്, അതുകൊണ്ട് എനിക്കിത് ഒരിക്കലും അർഹതപ്പെട്ടതല്ല ഗോവിന്ദേട്ട, ഇത് ഗോവിന്ദേട്ടൻ തന്നെയാണ് വെക്കേണ്ടത്, ഞാൻ ഈ വീട് മുടിപ്പിക്കാൻ നോക്കിയവളാണ്, ഈ വീട് നഷ്ടപ്പെടുത്താൻ നോക്കിയവളാണ് എന്നൊക്കെ പറയുമ്പോൾ നീ അങ്ങനെയൊന്നും പറയരുത്, നീ നിൻ്റെ മക്കൾക്ക് വേണ്ടിയല്ലേ അതൊക്കെ ചെയ്തത്, ഒരിക്കലും നിനക്ക് വേണ്ടിയല്ലല്ലോ, നിൻ്റെ മക്കൾ രക്ഷപ്പെടണമെന്ന ആ ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടല്ലേ നീ അതൊക്കെ ചെയ്തത്, അതുകൊണ്ട് ഒരിക്കലും ഇതൊന്നും ദേവി പുറക്കാതിരിക്കില്ല, അതുകൊണ്ട് നീ ഇത് വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയമാണ് ആദർശ് അവിടെയും ഇവിടെയും ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോഴത്തേക്കും ആദർശിന് തോന്നുക ഇനിയിപ്പം നയനയുടെ വീട്ടിലേക്ക് തന്നെ പോയി കാണുമോ, അങ്ങോട്ടേക്കൊന്ന് വിളിച്ച് ചോദിച്ച് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ഫോൺ എടുത്ത് വിളിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഫോൺ എടുത്ത് വിളിച്ചു. കനകദുർഗ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട്, എന്താ മോനെ, അവരിപ്പോൾ വന്നതല്ലേ ഉള്ളൂ, അപ്പോൾ പെട്ടെന്ന് വിളി വന്നപ്പോഴത്തേക്കും അവരൊന്ന് പേടിച്ചു കേട്ടോ. എന്താ മോനെ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പം, അത് വേറൊന്നുമല്ല, നയന അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. നയനമോൾ ഇവിടെ ഉണ്ടോന്നോ, അതെന്താ മോനെ അങ്ങനെ ചോദിക്കുന്നത്, ഇവിടെ നയനമോളില്ല, അവിടെ അപ്പം നയനമോളില്ലേ, അത് പിന്നെ അവൾ ഒരു സ്ഥലം വരെ പോയതായിരുന്നു, എന്നിട്ട് അവൾ ഇതുവരെ വന്നില്ല. ഈ പാതിരാത്രിയായിട്ടും അവൾ ഇതുവരെ വന്നില്ലെന്നോ, എൻ്റെ ഈശ്വരന്മാരെ ഞാൻ എന്താ ഈ കേൾക്കുന്നത്, സത്യം പറ, അവിടെ എന്താ പ്രശ്നം ഉണ്ടായത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അവിടെ? അയ്യോ അമ്മ, ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, ഇവിടെ ഒരു പ്രശ്നവും ഇല്ല,
പക്ഷേ അവൾ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി പോയതാണ്, ഇതുവരെ കയറി വന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് വല്ലതും വന്നോന്ന് അറിയാൻ വേണ്ടി വിളിച്ചെങ്കിൽ ശരി വെച്ചേക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് ഫോണും കട്ട് ചെയ്തു. കനകദുർഗയ്ക്കും ഗോവിന്ദനും വല്ലാത്ത പേടിയായി. അങ്ങനെ കനകദുർഗ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. എൻ്റെ മകൾ എന്തിയെന്ന് അറിയില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ഗോവിന്ദേട്ട ചെയ്യുന്നത്, എൻ്റെ മകളെ എനിക്ക് ഇപ്പം തന്നെ കാണണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടും കരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഗോവിന്ദൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ആദർശമോനൊന്നും വിട്ടു പറഞ്ഞില്ലല്ലോ, എങ്കിൽ പിന്നെ നമുക്ക് അനീനെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അനീനെ വിളിച്ചു നോക്കി. അനീനെ വിളിച്ചപ്പോഴത്തേക്കും അനി എടുക്കുന്നില്ല. അപ്പോഴത്തേക്കുമാണ് എങ്കിൽ പിന്നെ നയനെ ഒന്ന് വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞ് വിളിച്ച് നോക്കിയപ്പോൾ സ്വിച്ച് ഓഫ്. അപ്പോൾ ഒന്നും കൂടി നമ്മുടെ കനകദുർഗയ്ക്ക് പേടിയായി തുടങ്ങി. എന്തു പറ്റി, എന്താ സംഭവം എന്നൊന്നും അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ വെപ്രാളം കൂടി കേട്ടോ നമ്മുടെ കനകദുർഗയ്ക്ക്. അങ്ങനെ വീണ്ടും അനീനെ വിളിച്ച് നോക്കിയപ്പം അനി ഫോൺ എടുത്തു. അപ്പോൾ അനിയോട് ചോദിച്ചു എന്താ പറ്റിയതെന്നൊക്കെ ചോദിച്ചപ്പോൾ അനി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അനി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗയ്ക്ക് പിന്നെ ഒന്നും കൂടെ സമാധാനക്കേടായിട്ട് പറഞ്ഞു, ഗോവിന്ദനോട് പറഞ്ഞു, ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, എൻ്റെ മോളെ എനിക്ക് കാണണം, അവൾ ആ വീട് വിട്ട് ഇറങ്ങി പോകണമെങ്കിൽ അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അന്ന് ആദർശമോൻ രാത്രി ഇറക്കി വിട്ടിട്ട് ആ മഴ കൊണ്ട് നിന്നതല്ലാതെ അവൾ വീട് വിട്ടൊന്നും ഇറങ്ങി പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അവളെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടും കരയുകയാണ്. അങ്ങനെ ഗോവിന്ദനും കനകദുർഗയും അങ്ങോട്ടേക്ക് തിരിച്ചു. ഇതേ സമയമായിക്കോട്ടെ ആദർശും അഭിയും അതുപോലെ തന്നെ ആദർശിൻ്റെ അച്ഛനും അനിയും ഒക്കെ തേടിപ്പോയി മടുത്തു. അവരാരും കണ്ടില്ല. അപ്പോൾ അവർ നാനാഭാഗത്ത് പോയി അവർ ഒരുമിച്ചെത്തുകയാണ്. അപ്പോൾ ഒരുമിച്ചെത്തിയപ്പോൾ ആരും കണ്ടില്ല, ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ആദർശ് പറയുകയാണ്, നമുക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം, എന്നിട്ട് നമുക്ക് പോലീസിന് ഇൻഫർമേഷൻ ചെയ്യാം. ഇനിയിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ അന്വേഷിച്ചു, അവൾ പോകാറുള്ള എല്ലാ നടപ്പാതയിലൂടെയും ഞാൻ പോയി നോക്കി, അവളെ കാണുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറയുകയാണ്. ഇതേസമയം നയന അമ്പലത്തിൻ്റെ മുന്നിൽ കരഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഉറക്കവും ഇല്ല, കരഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് അമ്പലത്തിൻ്റെ മുമ്പിൽ. ആ രാത്രി മുഴുവൻ നമ്മുടെ നയനെ അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇവരെല്ലാവരും കൂടി അന്വേഷിച്ച് കണ്ടെത്താൻ കഴിഞ്ഞില്ല. വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇവിടെ ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല. പക്ഷേ ആ ഒരു സമയത്ത് നവ്യ കിടന്ന് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുകയാണ്, ഈ ടേബിളിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ അവിടെ ഉള്ളവർക്കെല്ലാം അരിശം വരുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നയന പ്രഗ്നൻ്റ് ആണല്ലോ എന്ന് ഓർത്തിട്ട്, നവ്യാണ് കേട്ടോ കിടന്നുറങ്ങുന്നത്, നയനയല്ല കേട്ടോ, നവ്യ പ്രഗ്നൻ്റ് ആണല്ലോ എന്ന് ഓർത്തിട്ട് ഭയങ്കരമായിട്ടും എല്ലാവർക്കും ഒരു കെയറിങ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ആരും ഒന്നും പറയാത്തത്, മുത്തശ്ശിയൊന്നും പറയാത്തത്. അങ്ങനെ ആദർശ് വീട്ടിലെത്തി. ആദർശും അഭിയും ഒക്കെ വീട്ടിലെത്തി. എല്ലാവരും വീട്ടിലെത്തി. അനിയും ഉണ്ട് കേട്ടോ. വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ദേവയാനി എന്താ മോനെ എവിടെയെങ്കിലും കിട്ടിയോ, വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലമ്മേ, ഇതുവരെ ഞങ്ങൾ അന്വേഷിച്ചു, എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു, ഇതുവരെ വിവരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, പോലീസിനെ ഇൻഫർമേഷൻ ചെയ്യാം. ഇത് പോലീസിൻ്റെ കയ്യിൽ കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല, കാരണം ഇത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗയും അതുപോലെ ഗോവിന്ദനും കൂടെ വരികയാണ്. വീട്ടിലേക്ക് വന്നു. നിലവിളിച്ച് ഭയങ്കരമായിട്ട് ഒച്ച വെച്ചുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ കനകദുർഗ വന്നിട്ട് ചോദിക്കുക, എൻ്റെ മോക്ക് എന്താ പറ്റിയത്, സന്തോഷമായിട്ടിരുന്ന എൻ്റെ മോക്ക് ഇത്ര പെട്ടെന്ന് എൻ്റെ മോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ എൻ്റെ മോക്ക് എന്താ പറ്റിയതെന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുകയാണ്. അങ്ങനെ മുത്തശ്ശൻ്റെ മുമ്പിൽ ചെന്നിട്ട് നിങ്ങളെങ്കിലും സത്യം പറയാം, എൻ്റെ മോക്ക് എന്ത് പറ്റി, ഇവിടെ എല്ലാവരും കൂടെ എൻ്റെ മോളെ ഒറ്റപ്പെടുത്തിയോ, അല്ലാതെ ഒരിക്കലും അവളെ ഇറങ്ങി പോവില്ല എന്നൊക്കെ പറഞ്ഞ് നോക്കിയപ്പം നമ്മുടെ നവ്യ ഡീസൻ്റ് ആയിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കനകദുർഗയ്ക്ക് കാല് വന്നിട്ട് ചെന്നിട്ട് ഇങ്ങ് വിളിച്ചു, എടി നവ്യെന്ന് വിളിച്ചു. അപ്പോൾ നവ്യ പെട്ടെന്ന് എണീച്ചിട്ട് എന്താ അമ്മയെന്ന് പെട്ടെന്ന് ചോദിച്ചപ്പോൾ നീ എന്താടി കാണിക്കുന്നത്, നീ ഒരു സഹോദരിയാണോടി, എടി നിനക്കൊരാപത്ത് വന്നപ്പോൾ എൻ്റെ നയനമോളല്ലേടി നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്, നീ ഇപ്പോൾ ഇവിടെ ജീവനോട് ഇരിക്കുന്നത് നയനമോൾ കാരണമല്ലേടി, നീ എന്താടി ചെയ്യുന്നത്, ഈ ഒരു സമയത്ത് നീ എന്താടി കാണിക്കുന്നത്, നീ എൻ്റെ മോൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യടി, നിൻ്റെ അനിയത്തി അല്ലേടി അത്, നിനക്ക് ആ ഒരു വിചാരം ഇല്ലടി എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അമ്മ ഞാനത് ഉറങ്ങിപ്പോയി എന്ന് നവ്യ പറയുന്നു. അപ്പോൾ നവ്യയുടെ ഈ ഒരു പറച്ചിൽ കേട്ടിട്ടും കനകദുർഗയ്ക്ക് ദേഷ്യം കൂടിയിട്ട് എല്ലാവരുടെയും മുമ്പിൽ എല്ലാവരും എൻ്റെ മോള് എവിടെയാണെന്നുള്ളതിന് ഉത്തരം എനിക്ക് കിട്ടണം, എൻ്റെ മോൾക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് അറിയണം, നിങ്ങളെല്ലാവരും തെറ്റുകാരാണെന്ന് പറഞ്ഞ് എല്ലാവരെയും കുറ്റപ്പെടുത്തുമ്പോൾ ജലജ ഇങ്ങ് വന്നിട്ട് നിങ്ങൾ എന്താ പെണ്ണുപിള്ള ഈ പറയുന്നത്, നിങ്ങൾക്ക് എന്തിൻ്റെ സൂക്കേടാ പെണ്ണുപിള്ള, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ നിങ്ങളുടെ മകൾ കാണാതായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മകളുടെ കയ്യിലിരിപ്പും കൊണ്ടാ, അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരുന്നതാണ്, നിങ്ങളുടെ മക്കൾ കയറി വന്നതിൽ പിന്നെയാ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അവൾ ആരുടെയെങ്കിലും കൂടെ ഇറങ്ങിപ്പോയതാണോ എന്ന് ആർക്കറിയാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും കനകദുർഗ ദേഷ്യം വന്നിട്ട് ചെന്നങ്ങ് കുത്തിനങ്ങ് പിടിച്ചു. ആരുടെ? ജലജയുടെ. എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ എന്താ പറഞ്ഞത്, എൻ്റെ മോളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഗോവിന്ദൻ കനകദുർഗനെ പിടിച്ചു മാറ്റുകയാണ്. അങ്ങനെ കനകദുർഗ പൊട്ടി കരഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശി പറഞ്ഞു, ഞങ്ങൾക്കറിയാം, ഒരമ്മയുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങളുടെ ആ ഒരു അവസ്ഥയിലൂടെ തന്നെ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, കാരണം നിങ്ങൾ വെറുതെ ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്, ഞങ്ങൾ ഇതുവരെ ഒരു വാക്കുകൊണ്ട് പോലും നയനമോളെ നോവിച്ചിട്ടില്ല ഇവിടെ,
നിങ്ങൾ വന്ന് കണ്ടതല്ലേ, പക്ഷെ അവൾക്ക് എന്ത് പറ്റിയെന്ന് ഞങ്ങൾക്കും അറിയില്ല, എന്താ കാരണം എന്നറിയില്ല. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വഴക്ക് കൂടിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതിന് ഒരു കാര്യവുമില്ലല്ലോ. അപ്പം നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയല്ലേ ചെയ്യേണ്ടത്. നീ സമാധാനപ്പെട് കനകദുർഗ എന്ന് പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി കനകദുർഗേനെ സമാധാനപ്പെടുത്തുന്നു. അങ്ങനെ അവരിങ്ങനെ സമാധാനപ്പെടുത്തി പറഞ്ഞയക്കുകയാണ്, വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നില്ല കേട്ടോ. നമ്മുടെ കനകദുർഗേനെയും ഗോവിന്ദനോട് പറയാണ്, അവളെ കണ്ടെത്തുന്നവരെ നിങ്ങൾ പോകണ്ട, ഇവിടെ നിൽക്കാനാട്ടോ പറയുന്നത്. അങ്ങനെ ആ ഒരു ദിവസം, അതായത് രാവിലെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴേക്കുമാണ് അതിരാവിലെ ആയപ്പോൾ നമ്മുടെ നയനയെ വീണ്ടും കാണിക്കുകയാണ്. നയനെ ആ അമ്പലത്തിൽ ഇങ്ങനെ ഉറക്കമുളച്ചിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ പൂജാരി ഇത് കണ്ടതും പെട്ടെന്ന്, അയ്യോ ഇത് അനന്തപുരിയിലെ മരുമകളാണല്ലോ, ഇത് അനന്തമൂർത്തിയുടെ മരുമകളാണല്ലോ അനന്തപുരിയിലെ, എങ്കിൽ പിന്നെ ആ സാറിനെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അനന്തമൂർത്തിനെ ഫോൺ വിളിക്കുന്നത്. അങ്ങനെ നയനയെ കണ്ടെത്തുകയാണ്. അപ്പം പക്ഷേ അനന്തമൂർത്തിയുടെ ഭാര്യയും മുത്തശ്ശിയും കൂടെ പറയുന്നില്ല അവിടെ. അവർ നേരെ വരികയാണ് അമ്പലത്തിലേക്ക് വരുമ്പോഴാണ് ആ കാഴ്ച കണ്ട് ചങ്ക് പൊട്ടിപ്പോവുക നമ്മുടെ നയനെ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ നയനയുടെ അടുത്ത് ചെന്നിട്ട്, എന്താ പറ്റിയത് മോളെ നിനക്ക് എന്ന് ചോദിച്ചപ്പോഴേക്കും നയന പൊട്ടിക്കരഞ്ഞുകൊണ്ട്, എന്നെ വേണ്ടാത്ത വീട്ടിൽ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, അവിടെ എനിക്ക് ആരും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ, അവിടെ ആരുമില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്, നിനക്ക് എല്ലാവരും അവിടെയുണ്ട്, അതെ ഞങ്ങളൊക്കെ നിൻ്റെ എല്ലാം അല്ലേ, നീ ഇല്ലാത്ത ആ വീട്ടിൽ ഞങ്ങൾ ഒരുപോലെ കണ്ണു പോലും അടച്ചിട്ടില്ല, മോൾക്ക് എന്താ പറ്റിയത്, മോൾ എന്തുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്, നല്ല സ്നേഹത്തിലല്ലായിരുന്നോ മോളും അർജുൻ മോനും, പിന്നെ എന്താ പറ്റിയത്, അർജുനല്ല കേട്ടോ ആദർശ് മോനും, പിന്നെ എന്താ നിനക്ക് പറ്റിയത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു കുറി എടുത്ത് കാണിക്കുകയാണ്, നമ്മുടെ ആദർശ് എഴുതിയ കുറി. അത് വായിച്ചു കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശന് സഹിതം സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. കാരണം മുത്തശ്ശൻ കാരണമാണല്ലോ ഇതൊക്കെ, മുത്തശ്ശൻ്റെ പേരും അതിനകത്ത് എഴുതിയിട്ടുണ്ട്, മുത്തശ്ശൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന്. ഏതായാലും ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും എന്ത് പറയണമെന്ന് അറിയില്ല. എങ്കിൽ പോലും നയനയെ സമാധാനിപ്പിക്കുകയാണ്. ഒരിക്കലും ആദർശ് മോനെ നിന്നെ വെറുക്കാനാവില്ല, അതിനൊരു ഉദാഹരണം തന്നെയാണ് ഈ ഒരു എഴുതിയേക്കുന്നത്. നിന്നെ ആദർശ് മോന് വെറുക്കുന്നത് കൊണ്ട് ദൈവത്തിനോട് ആദർശ് മോൻ പറഞ്ഞിരിക്കുകയാണ് എന്നെ ശിക്ഷിക്കരുത് എന്ന്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ, നിന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്. പിന്നെ ദേവയാനിയുടെ ആ ഒരു മനസ്സിൽ ഇതുള്ളത് കൊണ്ട് മാത്രമായിരിക്കും അവൻ നിന്നെ വെറുക്കുന്നത്, അല്ലാതെ ഒരിക്കലും അവന് നിന്നോടൊരു വെറുപ്പില്ല. ഈ വാക്കുകൾ പൂർണ്ണമായിട്ടും മനസ്സിരുത്തി വായിച്ചാൽ നിനക്കത് സാധിക്കും, അത് കണ്ടെത്താൻ സാധിക്കും മോളെ. ഒരിക്കലും നിന്നോടൊരു ഇഷ്ടക്കേടും അവനില്ല. നിന്നോട് ചെയ്യുന്നത് തെറ്റാണെന്ന് അവന് തിരിച്ചറിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് മോൾ ഒരിക്കലും പേടിക്കണ്ട, ആദർശ് മോന് നിന്നെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുക. അതുമല്ല ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് അവൻ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം എന്നൊക്കെ പറയാം. ഇതേ സമയം ആയിക്കോട്ടെ ആദർശ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ആ അമ്പലത്തിൽ വരികയാണ് നമ്മുടെ ആദർശ്. എങ്ങനെയോ ആ അമ്പലത്തിൽ എത്തിപ്പെട്ടപ്പോഴത്തേക്കും പെട്ടെന്ന് മുത്തശ്ശനും നിൽക്കുന്ന കാണുകയും ഓടി വരുമ്പം നമ്മുടെ നയനയും കാണുകയാണ് കേട്ടോ. ഏതായാലും അവിടെ വെച്ച് നമ്മുടെ നയനയും ആദർശും വീണ്ടും ഒന്നാവുകയാണ്. അവിടെ നിന്ന് ആദർശ് നയനയും നേരെ വീട്ടിലേക്ക് അനന്തപുരിയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയും കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷങ്ങൾക്കായിട്ട്. അപ്പം നമ്മുടെ ഫുൾ വിശേഷവും പ്രമോ വിശേഷവും നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷവും ഒക്കെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥയും അതുപോലെ നന്ദയുടെയും ഗൗതമിൻ്റെയും കഥയും നമ്മുടെ ചിന്നൂസ് വേർഡിൽ ഇടുന്നുണ്ട്. കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അതോടെ കയറി എല്ലാവരും ഒന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം എന്ന് പറയാൻ പറ്റില്ല, ഈ ദിവസം ഇനി പറയുന്നതിനൊരു അർത്ഥമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് തന്നെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ, ബൈ ബൈ.